ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ അകത്ത് നിന്ന് 2 സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്. ഈ 2 സ്റ്റോക്കുകൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ബുള്ളിഷ് ആയിട്ട് അവരുടെ റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഇത് മേലിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് നിൽക്കുന്നത്. എല്ലാ ആൾക്കാരും പല സ്റ്റോക്കുകളുടെ അകത്തും നല്ല രീതിയിലുള്ള പ്രോഫിറ്റാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള സ്റ്റോക്കുകൾ മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരുന്ന ഈ ഒരു സമയത്ത് പല ആൾക്കാരും സ്റ്റോക്കുകളുടെ അകത്ത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ നിൽക്കുകയും അതിനനുസരിച്ചിട്ട് ഏണിങ്സ് ബാക്കപ്പ് വരാത്തത് കൊണ്ട് തന്നെ പല സ്റ്റോക്കുകളുടെ അകത്തും ബ്രേക്ക് ഔട്ടുകൾ സസ്റ്റെയിൻ ചെയ്യാതെ സ്റ്റോക്കുകൾ തിരിച്ച് താഴോട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എസ്പെഷ്യലി ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള സ്റ്റോക്കുകളിൽ. ഇനി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഈ ഒരു സൈക്ലിക്കാലിറ്റി നേച്ചർ കാരണം തന്നെ പല ബിഗ്ഗീസും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് പൊസിഷൻസ് ലൈറ്റ് ചെയ്യുന്നത് കാരണവും നമുക്കിപ്പോൾ ബ്രേക്ക് ഔട്ടുകൾ സസ്റ്റെയിൻ ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ, അതേ കണക്ക് തന്നെ FMCG പോലെയുള്ള സെക്ടേഴ്സൊക്കെയാണ് കുറച്ചെങ്കിലും പിടിച്ച് നിൽക്കുന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകളുടെ അകത്ത് പലതിലും നമുക്കൊരു വളരെ നീണ്ട സൈഡ് വേസ് പാറ്റേണോ അതല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ ഒക്കെയാണ് നമുക്കിപ്പം പല സ്റ്റോക്കുകളിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൻ്റെ അകത്തുനിന്ന് ബ്രേക്ക് ഔട്ടുകൾ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ സ്റ്റോക്കുകൾ കിട്ടുക എന്ന് പറയുന്നതും അതിൻ്റെ അകത്ത് ഫോളോ ത്രൂ ഡേ കിട്ടുക എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 2 സ്റ്റോക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് എൻഡറോ ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ IPOയ്ക്ക് ശേഷം ഒരു ഡബിൾ ബോട്ടം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ബിൽഡ് ചെയ്തിട്ട് സൈഡിലോട്ട് ഒരു ചെറിയൊരു ഹാൻഡിൽ പോലത്തെ ഒരു ഫോർമേഷൻ നടത്തിയതിന് ശേഷം ഇപ്പോൾ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് വന്ന് മേലിലോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്ത് നമ്മൾ നോക്കാൻ നേരത്ത് സ്റ്റോക്കിൻ്റെ മേലിലത്തെ ഏറ്റവും ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ സെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള പല സ്റ്റോക്കുകളിലും കണ്ടത് വെച്ചിട്ട് അത്ര കണ്ട് സിവിയർ ആയിട്ടുള്ള സെല്ലിംഗ് ഒന്നും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നടന്നിട്ടില്ലായിരുന്നു. മാത്രമല്ല പല അനലിസ്റ്റുകളും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പോൾ ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളതും നമ്മൾ റീസെൻ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പോൾ ബൈ റേറ്റിംഗ് തന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോക്ക് നമ്മുടെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബൈ റേറ്റിംഗ് കണ്ടത്. പക്ഷേ എനിവേ സ്റ്റോക്ക് നമുക്കിപ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു ലോങ് ടൈം പാറ്റേൺ നോക്കാൻ നേരത്ത് നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്? ഒരു ഡബിൾ ബോട്ടം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഡബിൾ ബോട്ടത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച്, ഈ ഒരു 1000 റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഹെവി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റേഞ്ച് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇപ്പോൾ IPO ഹൈ ബ്രേക്ക് ചെയ്താണ് മേലിലോട്ട് കയറി പോയിരിക്കുന്നത്. അപ്പോൾ IPO ഹൈ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ലൈഫ് സൈക്കിളിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു IPO ഹൈയും നമുക്കിപ്പോൾ ബ്രേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഓർക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റോക്ക് എപ്പോഴും ഇതേ കണക്ക് ഓൾ ടൈം ഹൈയിൽ നിൽക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് മെജോറിറ്റി ആൾക്കാരും പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും പ്രോഫിറ്റിൽ നിൽക്കാൻ നേരത്തും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് സെല്ലിംഗ് പ്രഷർ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് നല്ല രീതിയിൽ ബുള്ളിഷ് ആണെന്നാണ് അർത്ഥം. അതിൻ്റെ അത് നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ചാർട്ടിൻ്റെ അകത്ത് ഇപ്പോൾ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തേക്കുക. കറണ്ട് ലെവലിൽ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് നടത്താവുന്ന ഒരു സ്റ്റോക്കായിട്ട് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് GPT ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലോട്ട് വരാൻ നേരത്തും നമുക്ക് സെയിം ആ ഒരു എൻഡറോയിൽ കണ്ടതുപോലത്തെ ഒരു സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്തും ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു IPOയ്ക്ക് ശേഷം സ്റ്റോക്ക് താഴോട്ട് വരുന്നു, അതിനുശേഷം ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് തിരിച്ച് മേലിലോട്ട് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇതുവരെ ഓൾ ടൈം ഹൈസ് എന്താ പറയുക ബ്രേക്ക് ചെയ്തിട്ടില്ല, IPO ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന് ഇനിയും ടൈം എടുക്കുന്നതായിരിക്കും. പക്ഷേ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. കറണ്ട് ലെവലിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റോക്കിൻ്റെ അകത്ത് പൊസിഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. അല്ലാത്ത പക്ഷം കറണ്ട് ലെവലിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയർ ടേം സപ്പോർട്ട് എന്ന് പറയുന്നത് 170 റേഞ്ചാണ്. കറണ്ട് ലെവലിൽ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താലും 170 റേഞ്ച് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക 12% ഒക്കെ ഒരു ഡൗണിലോട്ട് വന്ന് നിൽക്കുന്ന മാത്രം ഒരു റേഞ്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പോർട്ട്ഫോളിയോക്കകത്ത് ഒരു 10% ഒക്കെ അലോക്കേഷൻ ബിൽഡ് ചെയ്താലും നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഒരു 1.5% അകത്തൊക്കെ മാത്രമേ നമ്മൾ റിസ്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു നല്ല സ്റ്റോപ്പ് ലോസ് ലെവലിൻ്റെ അകത്ത് നമുക്ക് റിസ്ക് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലെവലിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കിട്ടുകയാണ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ നേരത്ത് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ബുള്ളിഷ് ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് പാറ്റേൺസ് ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഓളിയം റൈറ്റ് സൈഡിൽ ഒരു പാറ്റേണിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴുള്ള ക്യാൻഡിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ആ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഓളിയത്തിൽ സ്റ്റോക്കിൻ്റെ അകത്ത് പ്രൈസ് മൂവ്മെൻറ്റോട് കൂടിയിട്ട് തന്നെ നമുക്കിവിടെ എന്താ പറയുക ക്യാൻഡിൽസ് ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ഫോളോ ത്രൂ ഡേ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത്
ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതിയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ 20-ാം തീയതി തന്നെ ആയിരിക്കത്തില്ല അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എനിവേ നിങ്ങൾ സ്റ്റോക്ക് നിങ്ങൾ കാണുന്ന സമയത്ത് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എനിവേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിയർ ടൈമിൽ കാണാൻ പറ്റുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 220 ലെവൽസാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് പോസ്റ്റ് ടൈം ബിൽഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് ഒരു 190 to 220 റേഞ്ചിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ബൈങ്സ് മൊത്തം നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ അതിൻ്റെ മേലിലോട്ട് ബ്രേക്കൗട്ട് എന്ന് മേലിലോട്ട് കയറിപ്പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് ആഡ് ചെയ്യുന്നത് ആപ്റ്റ് ആയിരിക്കത്തില്ല. മാത്രമല്ല ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതുപോലൊരു സ്റ്റോക്കിൻ്റെ അകത്ത് ബ്രേക്കൗട്ട് തരുന്നതിന് മുന്നേ നമ്മൾ പൊസിഷൻസ് എടുക്കാൻ നേരത്ത് ഒരിക്കലും നമ്മൾ ബൾക്ക് എൻട്രി എടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, സ്റ്റാഗേർഡ് ആയിട്ട് പല ലെവൽസിൻ്റെ അകത്തും എന്താ പറയുക പതുക്കെ അഡീഷൻസ് നടത്തിയാൽ മതി. ബൾക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം തന്നെ മേലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മേലിലോട്ട് പോകുമെന്നോ നമുക്ക് അത്ര കൊണ്ട് ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ വയ്ക്കാൻ നേരത്ത് ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ എത്ര പെർസെൻറ്റേജിൻ്റെ അകത്താണ് നിൽക്കുന്ന എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ അഡീഷൻസ് കാര്യങ്ങളെല്ലാം വേണ്ടി തന്നെ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 190 to മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 220 റേഞ്ച്, അതിൻ്റെ അകത്ത് നമ്മൾ അഡീഷൻസ് നടത്തുക. അതിൻ്റെ 220 ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് ലോങ് ടൈമിൽ എഗെയിൻ ബ്ലൂ സ്കൈ സോൺ ടച്ച് ചെയ്യുകയും അത് വളരെയധികം ബുള്ളിഷായിട്ട് വരികയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ സമയത്തുള്ള വോളിയം ബിൽഡപ്പൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതിയാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ രണ്ട് സ്റ്റോക്കുകളുടെ ജസ്റ്റ് ഒരു ഫണ്ടമെൻ്റലിലൂടെ നോക്കിയിട്ട് വരാം. GPT ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഞാനിത് വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ മെമ്പേഴ്സ് ഗ്രൂപ്പിൻ്റെ ഇടയിലോ പണ്ട് ഒരിക്കൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത് ഏകദേശം 1600 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസ്ഡ് സ്റ്റോക്കാണ്. പി നോക്കാൻ നേരത്തെ ഏകദേശം 34-35 പി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈൻ ചാർട്ടിൽ നോക്കാൻ നേരത്തെ വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് നമുക്കത് ലൈൻ ചാർട്ടിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻസ് എന്ന് പറയുന്നത് അത്രണ്ട് ചീപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഫെയർ വാല്യുവേഷൻ റേഞ്ചിലാണ് സ്റ്റോക്ക് നിൽക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് 30%, 40% ടൈപ്പ് ഗ്രോത്ത് ഒന്നുമില്ല. നോർമലായിട്ട് ഒരു ഗ്രോത്ത് സ്റ്റോക്ക് എത്രയാണോ തരുന്നത് ആ ടൈപ്പിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റോക്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അധികം ഇൻക്രീസ് ഒന്നും ആയിട്ടില്ല, നോർമലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ സ്റ്റോക്കിൻ്റെ ആ ഒരു പാറ്റേണിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എൻഡറോ ആണ്. എൻഡറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്. ഈ സ്റ്റോക്കിലോട്ട് വരാൻ നേരത്തെ ഇത് ഏകദേശം 5600 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസ്ഡ് ഒരു കമ്പനിയാണ്. പക്ഷേ ഇവിടെ പി നോക്കാൻ നേരത്തെ നമുക്ക് വളരെയധികം എലിവേറ്റഡ് ആയിട്ടുള്ളൊരു പി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ അവിടെ പി മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് കാര്യമില്ല. കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസും പ്രൈസ് ടു ബുക്കും നോക്കുക. പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത് 1.36 മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻസ് കുറവാണ്. പക്ഷേ പി ബേസിസിൽ നോക്കാൻ നേരത്തെ നമുക്ക് വാല്യുവേഷൻസ് എലിവേറ്റഡ് ആയിട്ട് തോന്നുന്നതാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഏർണിങ്സ്, അതായത് മാർജിൻസ് വളരെ കുറവാണ്. സെയിൽസ് വെച്ച് നോക്കാൻ നേരത്തെ മാർജിൻസ് വളരെ കുറവാണ്. ഈ കമ്പനിക്കകത്ത് ബാക്കി ഇതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ റീസൺസ് ആയിട്ടുള്ളത് ഇത് റീസെൻ്റ്ലി കുറച്ച് അക്വിസിഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അക്വിസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതും കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കിട്ടുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് മാത്രമേ ഇവരുടെ പി നമുക്ക് ഡിപ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവരുടെയും വാല്യുവേഷൻസ് നോക്കാൻ നേരത്തെ അത്രണ്ട് ഹെവി വാല്യുവേഷൻസ് ആണെന്ന് നമ്മൾ പറയേണ്ടതില്ല. ഒരു ഫെയർ കൈൻഡ് ഓഫ് വാല്യുവേഷൻസിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കണക്കാക്കിയാൽ മതിയാവും. ഈ സ്റ്റോക്കിൻ്റെയും നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ഡിക്രീസ് ആവുന്നതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതും ഈ സ്റ്റോക്കിൻ്റെ പാറ്റേണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഈ സ്റ്റോക്കിൻ്റെ അകത്തും ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇവർ ഹെവി ആയിട്ട് അക്വിസിഷൻസ് നടത്തിയിട്ടാണ് ഇവരുടെ ബിസിനസ് മുന്നോട്ട് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. റീസെൻ്റായിട്ട് നമ്മൾ നോക്കാൻ നേരത്ത് ഇവരുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതർ അസറ്റ്സിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ജമ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്ന് പറയുന്നത് ക്യാഷ് ഇക്വലൻ്റ് ആണ്. ആ ക്യാഷ് ഇക്വലൻ്റ് വെച്ചിട്ടാണ് ഇവർ അക്വിസിഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് മെയിനായിട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.